തിരുവനന്തപുരത്ത് കവടിയാർ ലോക് ഭവന് സമീപം ഇന്നലെ പുതിയൊരു തട്ടുകട ആരംഭിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ തട്ടുകടയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഒരു മന്ത്രി തട്ടുകടയുടെ ഉദ്ഘാടനത്തിനൊക്കെ വരണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ചിലത് കാണും. അതിൻ്റെ കഥ അന്വേഷിച്ചു പോകാം നമ്മൾ. ഇത് തിരുവനന്തപുരം സ്വദേശി നവാസ്. കഴിഞ്ഞ 23 വർഷമായി ലോക് ഭവന് മുന്നിൽ ഒരു കുഞ്ഞു തട്ടുകട നടത്തുകയാണ്. ഈ തട്ടുകട നവാസിനൊപ്പം നവാസിനെ അറിയാത്ത പലരുടെയും അന്നമാണ്. ഈ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണപ്പൊതിയായി മുടങ്ങാതെ എത്തും. ഉംറയ്ക്ക് പോകാനായി വർഷങ്ങളായി കൂട്ടിവച്ച പണം ഒന്നും നോക്കാതെ വയനാട് ദുരന്തകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു ഒരു കടമുറിയിലെ തട്ടുകട. ഒടുവിൽ ഉപ്പും മുളകുമെന്ന പേരിൽ നവാസിന്റെ പുതിയ തട്ടുകട പ്രവർത്തനം തുടങ്ങി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തൻ്റെ പ്രവർത്തികൾ ഏത് വിധേന ആയിരിക്കണം എന്നുള്ള ഒരു മാതൃക നിലപാടാണ് നവാസ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ബിസിനസ് ലാഭം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതമാർഗത്തോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ് ഉണ്ടാകും. അതൊരു ചെറിയ കാര്യമല്ല. മെഡിക്കൽ കോളേജിലുള്ള സാധുക്കളെ ആൾക്കാർക്ക് ഭക്ഷണം കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കടയുടെ വലിപ്പച്ചെറുപ്പമല്ല, മനസ്സിൻ്റെ വലിപ്പച്ചെറുപ്പതയാണ് നമ്മൾ കാണുന്നത്. ആരും ഒറ്റയ്ക്കല്ല, ആരെയും സഹായിക്കാൻ നമ്മൾ കൂട്ടായിട്ടുണ്ടെന്നുള്ള വലിയ മെസ്സേജും കൂടിയാണ് ഈ നവാസിന്റെ കടയുടെ ഒരു പ്രത്യേകത. ഭക്ഷണപ്പൊതിയിൽ നിന്ന് സഹായം ഭക്ഷ്യക്കിറ്റിലേക്ക് എത്തിക്കണമെന്നാണ് നവാസിന്റെ ആഗ്രഹം. ഇതിൽ കിട്ടുന്ന പൈസയിലാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കുന്നത്. പിന്നെ അടുത്തൊരു സംരംഭം പാവപ്പെട്ട ഒരു കിറ്റ് കൊടുക്കുന്നുള്ള ആഗ്രഹമാണ്. അത് അടുത്ത മാസം പിന്നെ കൊടുക്കും. 10-40 പേരായിട്ടുണ്ട്. 23 വർഷം അവിടെ തുടങ്ങിയിട്ട് ഈ പുതിയ സംരംഭം വിജയിക്കാൻ നിങ്ങളൊക്കെ സപ്പോർട്ടായിരിക്കും ഉണ്ടാവണം. വെള്ളയമ്പലം കെസ്റ്റൺ റോഡിലാണ് നവാസിന്റെ ഉപ്പും മുളകും തട്ടുകട. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.